ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് പെരുന്നാൾ തലേ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ചാവക്കാടേക്ക് പോകുന്നുണ്ട്. ഒരു കുഞ്ഞു ഷോപ്പിങ്ങാണ്. കാര്യം ഇക്കാക്കാണ് കേട്ടോ മെയിനായിട്ട്. കാരണം നമുക്കുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇക്കാക്കുള്ളത് മേടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇക്ക ഒരു ഷർട്ട് അടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്, തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം. പിന്നെന്താ, ഇക്കാക്ക് ഷൂ കൊടുത്തിട്ടുണ്ടായില്ല. അവിടെ ഷൂ നാശമായിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ നിർബന്ധത്തിനാണ് കേട്ടോ ഷൂ എടുക്കാൻ പോണത്. അപ്പോൾ ഷൂ മേടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്ക പോകുമ്പോഴേക്ക് ഞങ്ങളെ വിളിച്ചു. ഞാൻ വെറുതെ ഇരിക്കണല്ലോ. അപ്പോൾ ഇക്ക പറഞ്ഞു പോരണോന്ന് ചോദിച്ചപ്പോൾ കേൾക്കേണ്ട താമസം ഞാൻ ഓടിക്കയറി അത്ര തന്നെ. അപ്പോൾ നമ്മൾ ചാവക്കാട് എത്തിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാൾ തലേ ദിവസം ഇങ്ങനെ ചാവക്കാടേക്ക് വരുന്നത്. നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയുമല്ലോ, പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ടൊന്നും വരാറില്ല. പറയണേ കേൾക്കാം, നല്ല തിരക്കാണ് ചാവക്കാട്, ഭയങ്കര തിരക്ക്, തലേ ദിവസം കാലെത്താൻ പറ്റണില്ല എന്നൊക്കെ പറയണേ കേൾക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചാവക്കാടേക്ക് പെരുന്നാൾ തലേ ദിവസം വരുന്നത്. അപ്പോൾ ഇതാ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്ക് തന്നെയുണ്ട്. ഷോപ്പുകളിലൊക്കെ ഭയങ്കര തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഫസ്റ്റ് തന്നെ ഇക്കാടെ ഷർട്ട് മേടിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ ഇക്ക മോനും കൂടിയിട്ട് ഷർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഞാൻ പുറത്ത് നിന്നിട്ട് ഉണ്ണിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ പേടിയാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വല്ലവർക്കും അവരെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കുമ്പോൾ വല്ല പ്രശ്നമാണോ കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ മിക്കതും ഉണ്ണീനെ തന്നെ എടുക്കും. അപ്പോൾ നമ്മുടെ മോനെ നമുക്ക് എടുക്കാമല്ലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഷോപ്പിൽ പോയിട്ടൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ, ചിലപ്പോൾ ഞാൻ അവർ ചീത്ത പറയുമോ, അവരെ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കുകയും ചീത്ത പറയുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട്. ചിലപ്പോൾ മാറുമായിരിക്കും. അതിനെക്കുറിച്ചിട്ടൊക്കെ മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് അവ എടുക്കണത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്നെ എന്താ പറയുക, ഇത് ഷോപ്പിംഗ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊക്കെ എന്താ പറയുക വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഇട്ടിരിക്കണേ കാണാം. അപ്പം നമ്മൾ അതേപോലെ എടുത്താൽ അവർ ചീത്ത പറയുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. എന്നാലും ഞാനിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടി സിൽക്സിൽ പോയിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടി സിൽക്സിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടിയിരുന്നു. അത് മെയിനായിട്ട് ഉണ്ണിക്ക് തന്നെ ഉണ്ടാവും. അവനക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ അവനക്ക് എന്താ പറയുക, ഷോർട്ടും ടീഷർട്ടും സെറ്റായിട്ട് വരുന്നില്ല, ട്രൗസറും ടീഷർട്ടും. അതെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ ഞങ്ങൾ ബ്യൂട്ടി സിൽക്സിൽ. പിന്നെ ഇക്കാക്ക് ഷൂ ഒക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പം പോകുമ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു റോഡ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, തിരക്കൊക്കെ ഒന്നും ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇറച്ചി പത്തിരിയും ഇറച്ചി കറി ഉണ്ടാവുമല്ലോ, ബീഫ് കറി ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു കറിയൊക്കെ സെറ്റാക്കിയിട്ട് 2 വിസിൽ കൊടുത്തിട്ട് ആ ബീഫിനെ അങ്ങനെ തന്നെ കുക്കറിൽ തന്നെ അങ്ങനെ വെക്കും. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞാൽ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ഈ കറി ഒന്നും കൂടി ഒന്ന് വിസിലടിച്ചാൽ നമുക്ക് ആ കറി സെറ്റായിട്ട് കിട്ടും. പിന്നെ ആ കറിപ്പണിയിൽ നമ്മൾ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാ ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒലിച്ച് വെക്കും, സവാളയുടെ തോലൊക്കെ കളഞ്ഞ് വെക്കും. പിന്നെ ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് നല്ല കുമ്പളമൊക്കെ ഒന്ന് പറ്റി ചിലപ്പോൾ ഫ്രൈ ചെയ്ത് വെക്കാറ്. ഇന്ന് ഫ്രൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം കുറേ സമയമായി. ഞങ്ങൾ ചാവക്കാട് നിന്ന് വന്ന് വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു 10:30 അല്ല 11-12 മണി ആയിരിക്കും ഏകദേശം. അപ്പോൾ പിന്നെ ഇക്ക ബീഫും ചിക്കനൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് ബീഫ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ പറയുക, മൂന്നാലിൽ വട്ടേക്കാട് നിന്നാണ് ഇക്ക ബീഫ് മേടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ബീഫാണ് കിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ. അപ്പോൾ ഇത് BDF ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നെ കറിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടാ. പിന്നെ ചിക്കനൊക്കെ ഞാൻ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ കൈ കാണിക്കുന്നത് മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ബീഫ് ചിക്കനൊക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഞാനത് കഴുകി കളഞ്ഞത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഈ അരച്ചിട്ടുണ്ടാക്കണം മൈലാഞ്ചി കുറേ സമയം നമ്മൾ ഇട്ടിരിക്കണം. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചുമന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു അരച്ച മൈലാഞ്ചി ചുവന്ന് കാണാൻ, പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് വെക്കും. പിന്നെ എന്താ സംഭവങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരച്ച് വെക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്കൊക്കെ പോയി കിടന്നു, മോനും ഉറങ്ങി. അപ്പോൾ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടു. അതൊക്കെ ഒന്ന് കാണിക്കണം കേട്ടോ. മൈലാഞ്ചിയൊക്കെ ഇല്ലാണ്ട് പെരുന്നാൾ എന്താ. അപ്പോൾ ഇതാ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞു.
ഇനി എന്താ പറയുക, പോയി കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.